ഹായ് ഹലോ വെൽക്കം ടു ടി ടി അക്കാഡമി. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ LPUP ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ മേഖലയുമായി ബന്ധപ്പെടുത്തി നിരവധി ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതെന്താണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതി കൊണ്ടുവരാനുള്ള കാരണവും, ഇങ്ങനെ ഒരു രീതി കൊണ്ടുവരുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ കുട്ടികളെയാണ് ഇങ്ങനെ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വഴി ആ ഒരു പ്രയോജനം എത്തുന്നത്, അപ്പം ഏത് കുട്ടികളിലേക്കാണ് അത് എത്തുന്നത്, ഇത്തരം കാര്യങ്ങൾ, ഇതിൻ്റെ മികവുകൾ അല്ലെങ്കിൽ ഇതിന് പോരായ്മകൾ ഉണ്ടോ, അതൊക്കെയാണ്. ഇപ്പം നമ്മളോട് ചോദിക്കുവാണ്, ഇങ്ങനൊരു വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മേന്മയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പരിമിതികളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ടതായിട്ട് നിങ്ങൾക്കുണ്ടോ, അപ്പം എന്നുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കതിന് വ്യക്തമായ ഒരു മറുപടി ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ കാണുന്നതിലൂടെ എന്താണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ മേന്മകൾ, പോരായ്മകൾ എന്നിവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണയും ഉത്തരവും ഉണ്ടാവും. അപ്പം നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നൊരു കാര്യം ആവിർഭവിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഭിന്നശേഷിക്കാരായവർക്ക് പൊതുവിദ്യാഭ്യാസവും പുനരധിവാസവും തീർത്തും അന്യമായിരുന്ന ഒരു പ്രാചീന കാലഘട്ടത്തിൽ നിന്ന് ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഭിന്നശേഷിക്കാർക്കും അനുയോജ്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന ധാരണ ഉടലെടുത്തു. ഇതിന്റെ ഭാഗമായി പ്രത്യേക വിദ്യാഭ്യാസവും സവിശേഷ വിദ്യാലയങ്ങളും ആരംഭിച്ചു. അതായത് നമ്മൾ സ്പെഷ്യൽ സ്കൂളുകളൊക്കെ പലതും കണ്ടിട്ടുണ്ട്. ഇപ്പം ഹിയറിംഗ് പ്രോബ്ലം ഉള്ളവർക്ക് സ്പെഷ്യൽ സ്കൂളുണ്ട്, അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ചവർക്ക്, അങ്ങനെ എന്തെങ്കിലും പോരായ്മകളുള്ള കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ സ്കൂൾ സ്ഥാപിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ നമ്മൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഎഡും കാര്യങ്ങളും ഒക്കെ തന്നെ അതിന് വേണ്ടി തന്നെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പഠിപ്പിക്കുന്നവരാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം പൊതുവിദ്യാലയങ്ങളിൽ സംയോജിത വിദ്യാഭ്യാസ പരിപാടി, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദി ഡിസേബിൾഡ് ചിൽഡ്രൻ, IEDCയും ഏറ്റവും ഒടുവിലായി 1990 ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിനും തുടക്കം കുറിച്ചു. അപ്പൊ ഇതിന്റെ ഒരു ആ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്ടിലേക്ക് എത്തിയത് ഏതൊക്കെ വഴിയാണ് എന്നുള്ളതാണ് ഈ ഒരു കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നത് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജാതി, മത, വർഗ, സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹിക ഭേദമന്യേ യാതൊരുവിധ വിവേചനവും ഇല്ലാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാരാ വിദ്യാഭ്യാസം പൂർണ്ണതോതിൽ തന്നെ ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. അപ്പം ഈ ഒരു നിർവചനം നമുക്ക് ഓർത്തു വെക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇന്ന് നമ്മൾ എല്ലാവരും ടീച്ചേഴ്സാണ്, നമ്മൾ പല സ്കൂളുകളിലും പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട സാഹചര്യമൊക്കെ എല്ലാവർക്കും തന്നെ വന്നിട്ടുണ്ടാവാം. അപ്പം നമുക്ക് അത് തന്നെ മാത്രം ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നു, സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ ചൈൽഡും ഉണ്ട്. അപ്പം ആ ഒരു സാധനം തന്നെയാണ് അവരെ യാതൊരു രീതിയിലും നമ്മൾ മാറ്റി നിർത്താതെ എല്ലാ കുട്ടികളുടെ ഒപ്പം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ഓരോരോ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കണം, അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരെ ഒരു രീതിയിലും മറ്റു കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്താതെ അതേ രീതിയിൽ അവരുടെ ഇടയിൽ വളരാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യമാണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നതിലൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പം ഇനി ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. സമപ്രായക്കാരായ സാധാരണ വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരായവരും ഒരു ക്ലാസ് മുറിയിൽ ഒരുമിച്ചിരുന്ന് പഠനം നിർവഹിക്കണം. അപ്പം ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, ഭിന്നശേഷിക്കാരായവർക്ക് പഠന പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കുക, തുല്യനീതിയും തുല്യ അവസരവും തുല്യ പങ്കാളിത്തവും ഭിന്നശേഷിക്കാർക്കും പ്രാപ്യമാക്കുക. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ കാമ്പ് എന്നത് ഭിന്നശേഷിക്കാരായ മുഴുവൻ കുട്ടികളെയും അവരുടെ വയസ്സും പരിമിതികൾക്കും അനുസരിച്ച് വിദ്യാഭ്യാസം നൽകുക എന്നതാണ്. അപ്പം നമ്മൾ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ അവർക്ക് വേണ്ടി അവരെ പഠിപ്പിക്കുമ്പം നമ്മൾ ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്ന എല്ലാ ആക്ടിവിറ്റികളും, അല്ലെങ്കിൽ എല്ലാ പഠന നേട്ടങ്ങളും ഇവരിലേക്ക് എത്തിക്കുക എന്നുള്ളതിനപ്പുറം അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറ്റുന്ന രീതിയിലാക്കി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അവരെ എല്ലാ കുട്ടികളുടെ ഒപ്പം എത്തുക എന്നുള്ളതല്ല, നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഇനി ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൽ ഉൾച്ചേർക്കേണ്ടവർ, അതായത് ആരൊക്കെയാണ് ഈ ഒരു
ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടോടെ സ്പെഷ്യലായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ടത് ഏതൊക്കെ കുട്ടികളെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സാമൂഹിക സാംസ്കാരിക പിന്നോക്ക അവസ്ഥയിലുള്ളവർ, അതായത് സമൂഹത്തിൽ അവഗണന ലഭിക്കുന്നവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സാംസ്കാരിക പിന്നോക്കാവസ്ഥയിൽ ഉള്ളവർ. രണ്ടാമത്തെ കാറ്റഗറി ഭിന്നശേഷിക്കാരായ കുട്ടികൾ, ശാരീരിക വൈകല്യമുള്ളവർ, ബുദ്ധിപരമായ പരിമിതിയുള്ളവർ, വൈകാരിക പ്രശ്നമുള്ളവർ. പിന്നെ പ്രതിഭാധനരായ കുട്ടികൾ, അസാമാന്യ ബുദ്ധി സാമർഥ്യമുള്ളവർ, സർഗാത്മക ശേഷി പ്രകടിപ്പിക്കുന്നവർ, പ്രതിഭാധനരായിട്ടുള്ളവർ. അപ്പം നമ്മൾ ഈ 3 വിഭാഗമാണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൽ ഉൾച്ചേർക്കേണ്ടവരായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ നോർമലി നോക്കുമ്പോഴത്തേക്കും ഭിന്നശേഷിക്കാരായ കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി മാത്രമേ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. അപ്പോൾ ഈ പ്രതിഭാധനരായ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം പറയുന്നത് അവർക്ക്, അതായത് അവരിപ്പം നമ്മൾ സ്കൂളിൽ നമ്മൾ നോർമലി ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു. ആ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി ഭിന്നശേഷിക്കാരായ അല്ലെങ്കിൽ ബുദ്ധിപരമായ വൈകാരികപരമായ പ്രശ്നങ്ങളുള്ളവർക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മളത് കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആക്കി കൊടുക്കുക, നോർമലിൽ നിന്ന് സിമ്പിളായിട്ടുള്ളത് കൊടുക്കുക. അതേസമയം ഈ പ്രതിഭാധനരായ കുട്ടികളാകുമ്പോഴത്തേക്കും അവർ ഈ നോർമലി കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി വളരെ സ്പീഡിൽ കംപ്ലീറ്റ് ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കതൊരു ഒരു ആക്ടിവിറ്റി പോലും ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ആക്ടിവിറ്റീസ്, നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഇച്ചിരിയുടെ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കണം. അപ്പം ഇതാണ് 3 കാറ്റഗറി ആയിട്ട് വരുന്നത്. ഇനി ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ മികവുകളും പരിമിതികളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് നിരവധി മികവുകളും ഉണ്ട്, അതുപോലെ തന്നെ പരിമിതികളും ഉള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ്. അപ്പം നമുക്ക് മികവുകൾ എന്താണെന്ന് ആദ്യം നോക്കാം. എല്ലാ വിവേചനവും ഇല്ലാതാകുന്നു, സാമൂഹികവൽക്കരണം സാധ്യമാകുന്നു, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെരുമാറ്റത്തിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ സാധാരണ കുട്ടികളുടെ ഒപ്പം വരുമ്പം അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ അറിയാതെ തന്നെ അവർ നോർമലായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അങ്ങനെ ഒരു സാഹചര്യം കൊടുക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ വളരെ സ്പീഡപ്പ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വിവിധ വിഷയങ്ങളുടെ പഠനം അവൻ്റെ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സൗഹാർദ്ദപരമാക്കുന്നു. ഗുണനിലവാരം ഉള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന നിലയിൽ ഭിന്നശേഷിക്കാരനും അനുഭവവേദ്യമാകുന്നു. സ്കൂൾ തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവാൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു. സ്കൂൾ പ്രവർത്തനങ്ങളിൽ സാമൂഹിക ഇടപെടൽ പരസ്പരം പൂരകമായി നടക്കുന്നതിനാൽ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേഗത കൂട്ടുന്നു. പഠനത്തിലും ജീവിത വിജയം നേടുന്നതിലും ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ഇനി ഇതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കൂളുകളും ക്ലാസ് മുറികളിലും പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദം ആയിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം സ്കൂളുകളിൽ 1990 മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു കുട്ടിക്ക് പൂർണ്ണമായും ആ സ്കൂളിൽ ജീവിക്കാനുള്ള, അല്ലെങ്കിൽ സ്കൂളിൽ ഇരുന്ന് പഠനം പൂർത്തിയാക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് എല്ലാ സ്കൂളുകളിലും എല്ലാ ക്ലാസ്സുകളിലും റൂമുകളിലൊന്നും എത്തിയിട്ടില്ലെന്നാണ് ഇതിൻ്റെ ഒരു പരിമിതിയായിട്ട് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പം ചില സ്കൂളുകളിലൊക്കെ ഭിന്നശേഷി സൗഹൃദപരമായിട്ട് മറ്റേ റാമ്പുകൾ, സ്റ്റെപ്പിന് പകരം റാമ്പുകൾ പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ടോയ്ലറ്റുകൾ, അവർക്ക് കുറച്ചുകൂടെ സൗകര്യമുള്ള രീതിയിൽ, അല്ലെങ്കിൽ വീൽ ചെയർ കയറുന്ന രീതിയിലുള്ള ടോയ്ലറ്റുകൾ, കാര്യങ്ങൾ ഒക്കെ ഇന്ന് പല സ്കൂളുകളിലും ഉണ്ട്. പക്ഷെ എന്നാൽ അത് പൂർണ്ണമായും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പരിമിതി. പിന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി അനുരൂപീകരണ പ്രവർത്തനങ്ങൾ തയ്യാറാക്കാനും അവ നടപ്പാക്കാനും ഉതകുന്ന വിദഗ്ധ പരിശീലനം എല്ലാവർക്കും നൽകിയിട്ടില്ല. അത് ഒരു വലിയൊരു കാര്യം, കാരണം നമ്മൾ പലരും തന്നെ അത് ഫേസ് ചെയ്തിട്ടുമുണ്ട്. കാരണം ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ടീച്ചേഴ്സ് ഉണ്ട്, അവരോടൊപ്പം നമ്മൾ ആ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഈ ഓരോരോ കുറവുകളും അല്ലെങ്കിൽ ഓരോരോ രീതിയിൽ ഇപ്പം മികവുള്ള കുട്ടികൾക്ക് അങ്ങനെ രീതിയിൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ ഇന്ന് എല്ലാ ടീച്ചേഴ്സും പ്രാപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയായിരിക്കും നമുക്ക് പറയാനുള്ള മറുപടി. അപ്പം അങ്ങനെ അതൊരു ഇപ്പോൾ ഉള്ള ഒരു പരിമിതിയായിട്ട് തന്നെ, കാരണം ഒരു മെൻ്റലി റിട്ടാർഡോ അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ള ഒരു കൊച്ചിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അപ്പം നമുക്ക് ഈ വർഷം കിട്ടുന്ന ഒരു കുട്ടിയായിരിക്കില്ല, അവർ ഓരോരുത്തരും ഭയങ്കര വ്യത്യസ്തങ്ങളായ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന പിള്ളേരായിരിക്കും. അപ്പം അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ടീച്ചറിൻ്റെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടീച്ചറിന് നടപ്പാക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പം അതിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ ഒരു പുതിയതായിട്ടൊരു ടീച്ചർ വന്നു കഴിയുമ്പം എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ടാവും. അപ്പം അതൊരു പരിമിതി തന്നെയാണ്. പിന്നെ പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടൽ വേണ്ടത്ര ലഭിക്കുന്നില്ല.
ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പാഠ്യപദ്ധതി രൂപം നൽകിയിട്ടില്ല. അപ്പം നമ്മൾ അനുരൂപീകരണ പ്രവർത്തനങ്ങളൊക്കെ നൽകണം എന്ന് പറഞ്ഞാലും അത് എങ്ങനെ നൽകണം, എന്തൊക്കെ കൊടുക്കണം എന്നൊരു പാഠ്യപദ്ധതി ആയിട്ടൊന്നും തന്നിട്ടില്ല. നമ്മൾ ടീച്ചേഴ്സ് കൊടുക്കൂ എന്ന് ഒരു കാര്യമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഒരു പാഠപുസ്തകത്തിന് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അന്നത്തെ ക്ലാസ്സിന് ഇങ്ങനെയുള്ളൊരു സ്പെഷ്യൽ ചൈൽഡ് ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ അനുരൂപീകരണ പ്രവർത്തനം നമ്മൾ നൽകണം എന്ന് പറയുന്നതിനപ്പുറം എന്ത് നൽകണം, എങ്ങനെ നൽകണം എന്നുള്ളതിനൊന്നും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പം അത് ഒരു വലിയൊരു ടാസ്ക്കാണ്. ഈ പറഞ്ഞ രണ്ട് കാര്യവും ടീച്ചേഴ്സ് നന്നായിട്ട് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന ഒരു പദ്ധതി. അപ്പം ഇത്രയൊക്കെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട പ്രധാനമായ കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു മേഖലയുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉത്തരം പറയാനായിട്ട് എല്ലാവരും തയ്യാറെടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.